ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെയിലി അനാലിസിസ് ആണ്. നമ്മുടെ ബാങ്ക് നിഫ്റ്റി അനാലിസിസും പിന്നെ നമുക്ക് നാളത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള ഇൻട്രാഡേ സ്റ്റോക്കുകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യത്തെ പാർട്ടായ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് ആദ്യം നോക്കാം. ഈ പാർട്ടിൽ നമ്മൾ ആദ്യം ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റി ലെവലിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നും ഇന്ന് നമ്മുടെ പുതുതായിട്ടുള്ള റെസിസ്റ്റൻസ് സോണുകളും സപ്പോർട്ട് സോണുകളും എവിടെ നിന്നൊക്കെ ട്രേഡ് എടുക്കേണ്ടതും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ പാർട്ടിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് പോകാം. ആദ്യം തന്നെ നിഫ്റ്റിയുടെ ഇന്നലെ നമ്മൾ കൊടുത്തിരുന്ന ലെവൽസ് ഇന്ന് എങ്ങനെയാണത് പെർഫോം ചെയ്തതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നോക്കി നോക്കാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രേഡുകൾ എടുക്കേണ്ടതെന്നും എങ്ങനെയാണിത് ആക്റ്റീവ് ആവുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറയുന്നത് നമുക്ക് സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഇന്ന് 10th ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മോർണിംഗ് സെഷനിൽ നമ്മുടെ സപ്പോർട്ട് സോണിൽ പോയിട്ടാണ് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. മോർണിംഗ് ഒരു ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ സപ്പോർട്ട് സോണിലേക്ക് നേരെ വന്നിട്ട് അവിടുന്ന് ഒരു ടാപ്പ് ചെയ്ത് അവിടുന്ന് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ട് ഇന്നലെ പറഞ്ഞിരുന്ന ആ ട്രെൻഡ് ലൈൻ ആ ഏരിയയിൽ വെച്ചിട്ട്, അപ്പം നമ്മൾ ടെലിഗ്രാമിൽ നമ്മൾ ഓൾമോസ്റ്റ് 10 o'clock പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റെസിസ്റ്റൻസ് സോണിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഫാൾ ചെയ്യുകയാണ് ഉണ്ടായത്. കണ്ട, അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് ഫാൾ ഉണ്ടായത്. എന്നിട്ട് നമ്മുടെ ആ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ രണ്ടാമത്തെ സപ്പോർട്ട് സോണായ S2ലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് സോൺ ലെവലിൻ്റെ അവിടെ നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ വന്നിട്ട് അത് അടിയിൽ ക്ലോസ് ചെയ്തില്ല, പക്ഷേ അത് ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 5 minute ചാർട്ടാണുള്ളത്. ബ്രേക്ക് ചെയ്ത് ചെറുതായിട്ടൊന്ന് റീട്രേസ് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻട്രി എടുക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? അത് കഴിഞ്ഞ് ആ റീട്രേസ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത സപ്പോർട്ട് സോൺ 2ലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് സോൺ 2ൽ ടാപ്പ് ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ ആ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്, കണ്ടില്ലേ? നേരെ ഇവിടുന്ന് നമ്മുടെ ആ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടായിട്ട് ഇന്ന് ക്ലോസ് ചെയ്തു. അങ്ങനെയാണ് ഇന്നലെ നിഫ്റ്റിയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലുകളും എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നാളത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള ലെവൽസുകൾ നോക്കാം. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ നാളെ ട്രേഡ് ചെയ്യാനുള്ള നിഫ്റ്റിയുടെ ചാർട്ട്. ഇതിൽ നമ്മൾ സപ്പോർട്ട് സോണുകളും റെസിസ്റ്റൻസ് സോണുകളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ലെവലോടെ വെച്ചിട്ട് നമുക്ക് മറ്റൊരു ചേഞ്ചസ് ഇല്ല, എന്നാലും നമുക്ക് കുറച്ച് ചേഞ്ചസുകളുണ്ട്. അപ്പോൾ നമുക്കിന്നുള്ളത് 3 സപ്പോർട്ട് സോണുകളും 4 റെസിസ്റ്റൻസ് സോണുകളുമാണ് ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും ഇവിടെ കാണാം. നമുക്ക് ചെറിയൊരു സ്മോളർ ടൈം ഫ്രെയിമിലും ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സപ്പോർട്ട് സോണുകളും റെസിസ്റ്റൻസ് സോണുകളും. എങ്ങനെയാണ് ഇതിൻ്റെ നാളെ ആക്ട് ചെയ്യാം എന്ന് നമുക്കൊന്ന് ക്വിക്കായിട്ട് നോക്കാം. അപ്പോൾ ഈ സപ്പോർട്ട് സോൺ, നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സപ്പോർട്ട് സോൺ 1 ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് റെസിസ്റ്റൻസ് സോൺ 1, 2, 3 അങ്ങനെ ടാർഗറ്റുകൾ നിങ്ങൾക്ക് വെച്ചിട്ട് ബുള്ളിഷ് സൈഡിലേക്കുള്ള ട്രേഡുകൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇൻ കേസ് ഡയറക്റ്റ് നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താലും അതിൻ്റെ റെസിസ്റ്റൻസ് 1ൽ ടാപ്പ് ചെയ്ത് അവിടെ നിന്ന് റിവേഴ്സിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്കുള്ള ട്രേഡുകളും നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻ കേസ് നമ്മൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താലും അവിടെ നിന്ന് ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് സോൺ 1 ബ്രേക്ക് ചെയ്യാണ്ട് നമുക്ക് ബുള്ളിഷ് സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. ഇനി ഇൻ കേസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ട്രെൻഡ് ലൈനിൽ തന്നെ നല്ലൊരു ചെറിയ സ്മോൾ സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ട്രേഡിൽ എൻ്റർ ചെയ്യാവുന്നതാണ് ബിയറിഷ് സൈഡിലേക്കുള്ളത്. അപ്പോൾ അതും നാളത്തേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു പൊസിഷനാണ്. ഇവിടെ ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് താഴത്തേക്ക് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ഈ ലെവലുകൾ നിങ്ങൾ നന്നായിട്ട് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് സോണാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്നാമത്തെ സപ്പോർട്ട് സോണും നല്ലൊരു ഏരിയ തന്നെയാണ്. ഇത് മുമ്പ് റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള
ഒരു നല്ലൊരു സപ്പോർട്ട് സോണും കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തേക്ക് നിഫ്റ്റിയുടെ ട്രേഡ് ചെയ്യാനുള്ള ലെവൽസുകൾ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസുകൾ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലെ തന്നിരുന്ന ലെവൽസുകൾ ഇന്ന് എങ്ങനെയാണ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതാണ് ഇന്നലത്തെ ട്രേഡിംഗ് ലെവൽസ്, സപ്പോർട്ട് സോണുകളും റെസിസ്റ്റൻസ് സോണുകളും. അപ്പോൾ നമുക്ക് സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഒരു കുറച്ചും കൂടിയും നല്ലത് സ്മോളർ ടൈം ഫ്രെയിമാണ്. ഓക്കെ, 10th. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ സപ്പോർട്ട് സോൺ, നമ്മുടെ റെസിസ്റ്റൻസ് സോൺ, ഓക്കെ, റെസിസ്റ്റൻസ് സോണിൻ്റെ തൊട്ടടിയിലായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സെക്ഷൻ നമ്മുടെ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് ജസ്റ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് പിന്നെ റീട്രേസ് ചെയ്ത് നമ്മുടെ റെസിസ്റ്റൻസ് സോണിന് സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്ത് അവിടെ തന്നെ ഒരു സൈഡ് വേസ് സിമിലർ ആയിട്ടുള്ള മൂവ്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. പിന്നെ സഡനായിട്ടൊരു റിവേഴ്സൽ ക്യാൻഡിൽ തന്നിട്ട് നേരെ താഴത്തേക്ക് വന്നു. ഈ താഴത്ത് വന്ന് ടാപ്പ് ചെയ്ത ലെവൽസ് എന്ന് പറയുന്നത് ഒരു ഓർഡർ ബ്ലോക്കാണ്. മുമ്പത്തെ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയയിലാണ് അത് ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ടാപ്പ് ചെയ്ത ഏരിയയിൽ നിന്ന് കണ്ടില്ലേ, അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ഓർഡർ ബ്ലോക്ക് സെക്ഷനിലാണ് അത് ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനിൽ പോയിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇത്ര ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ അത്രയ്ക്കൊരു നിഫ്റ്റിയുടെ അത്ര ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. നിഫ്റ്റിയിലായിരുന്നു കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നോട്ട് മച്ച് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. അപ്പോൾ ഇത്ര ലെവൽസാണ് ബാങ്ക് നിഫ്റ്റിയുടെ. ഇനി നമുക്ക് നാളത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള ലെവൽസ് നോക്കാം. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള ചാർട്ട്. അപ്പോൾ നമ്മൾ അവർലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് നാളത്തേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് 4 സപ്പോർട്ട് സോണുകളും 3 റെസിസ്റ്റൻസ് സോണുകളാണ് മെയിനായിട്ടുള്ളത്. അതിവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം ഏതൊക്കെ സോണുകളെന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നാളെ പെർഫോം ചെയ്യണമെന്നുള്ള ഇതുകൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ പോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ നിന്ന് ഞങ്ങൾക്ക് എൻട്രീസ് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓവറോൾ ഇപ്പോൾ ലാസ്റ്റ് 6th തുടങ്ങി അല്ലെങ്കിൽ 5th തുടങ്ങി അല്ലെങ്കിൽ 6th തുടങ്ങി നമുക്ക് ഈ ട്രെൻഡ് ലൈൻ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി അതിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് വേസ് ഓൾമോസ്റ്റ് ഒരു ബിഗ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമോ അതോ ഇതിന് ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ഒരു ബിഗ് മൂവ്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നാളത്തേക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസ് സോൺ 1 നമുക്ക് ടാർഗറ്റായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എൻട്രീസ് എടുക്കാം. ഇനി ഇൻ കേസ് റെസിസ്റ്റൻസ് സോൺ 1 and 2 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ബുള്ളി സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഞങ്ങൾക്ക് നാളെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ലെവലിൽ ബ്രേക്ക് ചെയ്ത് ഇൻട്രാഡേ കൺഫർമേഷൻ വെച്ച് മാത്രം എൻട്രികൾ എടുക്കുക. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ പോസിബിലിറ്റി. ഇനി നമുക്ക് ബെയറിഷ് സൈഡിലേക്കുള്ള ട്രേഡുകൾ നമുക്ക് നോക്കാം. ഇൻ കേസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നമ്മുടെ റെസിസ്റ്റൻസ് സോൺ 1 അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ 2 ടാപ്പ് ചെയ്ത് നേരെ താഴത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം നമ്മുടെ റെസിസ്റ്റൻസ് സോൺ 1 and 2 നമ്മുടെ നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. അവിടുന്ന് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നേരെ നമുക്ക് താഴത്തേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓൾസോ നമ്മുടെ സപ്പോർട്ട് സോൺ സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തായാലും വീണ്ടും സപ്പോർട്ട് സോൺ 2 ടാർഗറ്റായിട്ട് എൻട്രീസ് എടുക്കാവുന്നതാണ്. ഇനി ഇതുമല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 6 തുടങ്ങിയ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ റേഞ്ച് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡുകളൊന്നും എടുക്കാൻ പറ്റുന്നതല്ല. ഓവറോൾ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിനും ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രം ഞങ്ങൾ എൻട്രി എടുത്താൽ മതി. അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ നാളെ എക്സ്പയറി ഇല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഇല്ലാത്തതുകൊണ്ട് നമുക്കതും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഈ ലെവൽസിൽ നമുക്ക് നാളത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള ഇൻട്രാഡേ സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. അപ്പോൾ പാർട്ട് 2 ആയ ഇൻട്രാഡേ സ്റ്റോക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ഈ സെക്ഷനിൽ നമ്മൾ ഇന്നലെ തന്നിരുന്ന സ്റ്റോക്കിൻ്റെ പെർഫോമൻസും നാളത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള ഫ്രഷ് F&O സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളുടെ ബ്രേക്കൗട്ട് ലെവലുകളും നമ്മൾ ഈ സെക്ഷനിൽ കാണുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം.
അപ്പോൾ ഇന്നലെ എംഫാസിസ് ആയിരുന്നു നമ്മൾ തന്നിരുന്ന സ്റ്റോക്ക്. അപ്പോൾ ഇന്നത് ആകെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ, അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ടെലിഗ്രാമിൽ ഉള്ള ജാക്ക്പോട്ട് ട്രേഡായിരുന്നു എംഫാസിസ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടെലിഗ്രാമിൽ ചേരാനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്തോളുക. അപ്പോൾ ഇനി നാളത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്കിലേക്ക് പോവാം. ആദ്യത്തെ നമ്മുടെ വാച്ച് ലിസ്റ്റുള്ള സ്റ്റോക്കാണ് TCS. അപ്പോൾ TCSൻ്റെ ഒരു ഡെയിലി ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്നലെ കിട്ടിയ പോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ് നമുക്ക് TCSൻ്റെ ചാർട്ടിൽ കാണാൻ പറ്റുന്നത്. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടാണ് നമ്മൾ നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കാൻ പറ്റും, ഇവിടെ ഓൾറെഡി ഒത്തിരി ടൈമിൽ ഇത് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വീണ്ടും ആ ലെവലിൽ വന്നപ്പോൾ ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് എപ്പോഴെങ്കിലും ബ്രേക്ക് ആവാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ അതിൻ്റെ എക്സാക്റ്റ് റെസിസ്റ്റൻസ് സോൺ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഒരു കൺസോൾട്ടേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ട്രേഡ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 4490 to 4494 ലെവൽസാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് ഈ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ട്രെൻഡ് ലൈൻ്റെ ഒരു റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നു, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഈ സോണും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താലും നമ്മുടെ റെസിസ്റ്റൻസ് സോൺ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ഇവിടുന്ന് റിജക്ഷൻ ക്യാൻഡിലോ ഉള്ളതെന്ന് പറയുമ്പോൾ അവിടെ സെല്ലേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഈ സെല്ലേഴ്സിൻ്റെ എണ്ണം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. അതാണ് അതിൻ്റെ ബാക്കിലുള്ള ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. അടുത്തായി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ് LTIM. അപ്പോൾ ഇത് നമുക്ക് ഒരു മന്ത്ലി ചാർട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മന്ത്ലി ബ്രേക്കൗട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കിവിടെ കാണാം ഓൾമോസ്റ്റ് ഒരു 1 2 3 4 മാസത്തെ ഒരു റേഞ്ചാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇവിടെ എന്തുകൊണ്ടാണ് ഈ സെക്ഷൻ നമ്മൾ ഈ സ്റ്റോക്ക് എടുത്തത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് അത് നന്നായിട്ട് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സപ്പോർട്ടിൽ തന്നെ ഇവിടെ വീണ്ടും വന്നപ്പോൾ ഒരു റിജക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് റെസിസ്റ്റൻസ് സോണായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സോണിൽ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ സെല്ലേഴ്സിനെ ബീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് സൈഡിലേക്കുള്ളൊരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ബാക്കിലുള്ള ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 6600 to 6624 ലെവൽസാണ് അതിൻ്റെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻട്രി നിങ്ങൾക്ക് കോൾ സൈഡിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. അടുത്തായി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ് നവീൻ ഫ്ലൂറിൻ. അപ്പോൾ ഇതിലും നമുക്കൊരു സിമിലർ ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് സ്ട്രക്ചർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3647 ലെവൽസാണ്. ഇതിൻ്റെ റെസിസ്റ്റൻസ് സോണായിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് 3658 to 3664 ലെവൽസാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ ടാപ്പ് ചെയ്ത് നന്നായിട്ട് റിജക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിജക്ഷൻ കാണിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ സെല്ലേഴ്സ് കൂടുതലാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഞങ്ങൾക്ക് നാളത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റോക്കും നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. അടുത്തായി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ് പെല്ല്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ്. മുമ്പ് ഇതൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവൽസ് എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ സോൺ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കിവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഈ ലെവലുകൾ നമുക്ക് നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ഇനി ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഹവർലി ടൈം ഫ്രെയിമിലും ജസ്റ്റ് എൻ്റെ റെസിസ്റ്റൻസ് സോണാണ് നോക്കാം. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1265 ലെവൽസാണ്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 1274 to 1285 ലെവൽസാണ് അതിൻ്റെ റെസിസ്റ്റൻസ് സോണായിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സോണിൽ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ
എന്തായാലും നിങ്ങൾക്ക് ഒരു കോൾ സൈഡിലുള്ള എൻട്രി നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.